ഹലോ, വെൽക്കം ടു ഹോം അൺഫിൽറ്റഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോവയിലെ 5th ഡേ ആണ്. ബാക്കി നമ്മുടെ കൂടെ വന്നവരൊക്കെ ഏർലി മോർണിംഗ് ഗോവയോട് ബൈ ബൈ പറഞ്ഞു. അവരുടെ ട്രെയിൻ ഏർലി മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബസ് ഇന്ന് ഈവനിങ് ആണ്. സോ ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് വരെ ടൈമുണ്ട് ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഇറങ്ങിയ ശേഷം ഞങ്ങളും അധികം വൈകാതെ വില്ല ചെക്കൗട്ട് ചെയ്തു. സെൽഫ് ചെക്കൗട്ടാണ്. നമുക്ക് പിൻ നമ്പർ വെച്ചിട്ട് കീ ഈ ബോക്സിലിട്ടിട്ട് പിന്നടിച്ചിട്ട് ലോക്ക് ചെയ്യാം. സോ ഇവിടുന്ന് ഇനി നേരെ അഞ്ജുന ബീച്ചിലേക്കാണ്. അതിൻ്റെ ഇടയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല തട്ടണം. ഇതിൻ്റെ ഇടയിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ 2 കാർ റെൻറ്റിന് എടുത്തതിൽ ഒന്ന് ഇന്ന് തിരികെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു കാർ മതിയല്ലോ. സോ ഒരെണ്ണം തിരികെ കൊടുത്തു. സോ ഇന്ന് ഈവനിങ് ഈ കാറും തിരിച്ചു കൊടുക്കും. അങ്ങനെ ബീച്ചിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം. സോ എവിടെ നിന്ന് കഴിക്കും നോക്കി ഇതാ വണ്ടി ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിട്ടില്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് പാൻ കേക്കും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. അടിപൊളിയായിരുന്നു. 2 ചായയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ചായ ഇല്ലാണ്ട് പറ്റില്ല. നല്ല കോൾഡ് പിടിച്ചിരിക്കുകയാണ്. അപ്പം അതാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കളിയാണിത്. പൂച്ചക്കുട്ടി നല്ലൊരു എവിടുന്നോ കിട്ടിയൊരു കൂറ പാറ്റ എന്നൊക്കെ പറയുമല്ലോ, കോക്രോച്ച്, അതിനെയും വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കണ്ട് റിച്ചുട്ടിനെ അത് കണ്ട് നല്ല ഇഷ്ടമായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. സോ അവനത് കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി സോ കുറച്ച് ഈസി ആയിട്ട് അവൻ ഫുഡ് കഴിച്ചു. ഇനി നേരെ അഞ്ജുന ബീച്ചിലേക്കാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ കൂടെയുള്ളവരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 പേരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സോ ഇനി നേരെ അഞ്ജുന ബീച്ചിലേക്ക് ഇങ്ങനെ പോകുന്ന വഴി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറേ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് അങ്ങനെ നടന്നു. ഇവിടെ അഞ്ജുന ബീച്ചിലും നമുക്ക് കുറച്ച് വാട്ടർ സ്പോർട്സ് കിട്ടും തോന്നുന്നു. എല്ലാ വാട്ടർ സ്പോർട്സ് ഐറ്റം ഞാനിവിടെ കണ്ടില്ല. കണ്ട 2 ഐറ്റം ജെറ്റ് സ്കീയും ബനാന ബോട്ടും, അത് 2 എന്തായാലും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീരം കുറവാണ്. വേഗം തന്നെ ബീച്ച് തുടങ്ങും. പിന്നെ ഈ വെള്ളം തിര വന്ന് നമ്മളെ കാലൊക്കെ നനച്ചു പോയി കുറച്ച് നമ്മളൊന്ന് മുന്നോട്ടേക്ക് കയറി നിന്നാൽ തന്നെ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള പെബിൾസ് ഇല്ലേ, വെള്ളാരം കല്ല്, അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഞങ്ങളെന്തായാലും ബീച്ചിലൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. ഉച്ചയ്ക്ക് ശേഷം വേറൊരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതും ലഞ്ചും ഒക്കെ കൂടെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൽ തന്നെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. അതുവരേക്കും ബൈ.